അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما فمن تطوع خيرا فإن الله شاكر عليم. സൂറത്തുൽ ബഖറ 157 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനിടയിൽ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചുരുമാറാകട്ടെ. ഇനി വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിയുകയാണ്. ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട് കഅബയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൂടി ഒരൊറ്റ അക്ഷരത്തിൽ ഫ ഉദ്കുറൂനി എന്ന് പറഞ്ഞിടത്ത് ആയതിനാൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കുക, അദ്കുറുക്കും ഞാൻ നിങ്ങളെയും സ്മരിക്കും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്, അല്ലേ? അതൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഖിബല മാറ്റം മൂലമുണ്ടായ അവിടുത്തെ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഖുറൈശികൾ പടനീക്കം നയിക്കുകയും ബദർ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യം വിശദീകരിച്ചു. അത്തരമൊരു സന്ദർഭത്തിൽ അല്ലാഹു തആലയോട് നിങ്ങൾ സഹായം തേടണം. എങ്ങനെ? സബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും. അവിടെ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? സബർ. യുദ്ധത്തിന് പോകുമ്പോൾ സ്ബിറു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് വെട്ടി, അബൂ സുഫിയാൻ ഒരു വെട്ട്, അപ്പോൾ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത വെട്ട് അബൂ ജഹൽ, അതും ഞാൻ ക്ഷമിച്ചിരിക്കും. പിന്നെ അതിന് പോണോ? യുദ്ധത്തിന് പോണ ആളുകളോട് അസ്ബിറു വസ്വാബിറു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുന്ന ക്ഷമയല്ല. പിന്നെന്താണ്? നേരിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുക. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്നവർ ആരായാലും ശരി, അവരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും ശരി, നിങ്ങൾ സത്യത്തിൻ്റെ വഴിയിലാണ് എന്നതുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. സബറുള്ളവർക്കേ ഖുർആൻ പഠിക്കാൻ പറ്റുള്ളൂ. സബറുള്ളവർക്കേ ക്ലാസ്സിൽ വരാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ്സിൽ ആയിരിക്കും വരാം, അല്ലേ? രണ്ടാമത്തെ ക്ലാസ്സിലും വേണമെങ്കിൽ വരാം. നിരന്തരമായിട്ട് വരണമെങ്കിൽ ലേശം സബർ വേണ്ടി വരും. കാരണം ഒരു 100,000 പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വരും. അതുവരെ ഇല്ലാത്ത പ്രശ്നം അന്നേരം വരും. അപ്പോൾ അത് ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാർ, മൊബൈലൊക്കെ ഗെയിം ഉണ്ടാവൂലേ പല ജാതി. പണ്ടത്തെ നമ്മളെ നോക്കിയ മൊബൈലിലാകെ ഒരു പന്ത് മുണങ്ങുന്ന പാമ്പിൻ്റെ ഗെയിമുകൾ. അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ പല ജാതി ഗെയിമും. അപ്പം അതെല്ലാം എന്താ സംഭവം എന്ന് വെച്ചാൽ, അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതിസന്ധി വന്നുപെടും. ആ പ്രതിസന്ധി കണ്ട് തിരിഞ്ഞു പോകണം, ഗെയിമിൽ ജയിക്കൂല. ആ പ്രതിസന്ധിയെ അതിജയിക്കുക.
അപ്പം അടുത്ത പ്രതിസന്ധി വരും. അപ്പം അതിനെ അതിജയിക്കുക, അപ്പം അടുത്ത പ്രതിസന്ധി വരും. ഇങ്ങനെ പിന്നെ പിന്നെ വരുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും അല്ലേ. ആദ്യം വരുന്നത് ചെറിയതായിരിക്കും, പിന്നെ പിന്നെ വലുത് വരും. അതിനെല്ലാം അതിജയിച്ച് മുന്നോട്ട് പോകുന്ന ആളെ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഇതുപോലെ മുഅ്മിനീങ്ങളുടെ മുമ്പാകെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരും. അത് പിന്നെ പ്രതിസന്ധി അതിജയിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കടുപ്പുള്ളതായി വരും. അതിനെല്ലാം അതിജയിച്ച് മുന്നോട്ട് പോവുക, ഇതിൻ്റെ പേരാണ് സ്വബർ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് എന്തായിരിക്കണം? സ്വബർ കൊണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ സ്വലാത്തും ഉണ്ടാവണം. അപ്പോഴാണ് അള്ളാഹു സഹായം ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും വിപത്തുകൾ വന്നുപെട്ടാൽ അപ്പോൾ മുഅ്മിനീങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും? ഇന്നാലില്ലാ, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ്ക്കുള്ളതാണ്. ഞങ്ങളെ ഓണർ ആരാണ്? അള്ളയാണ്. നമ്മളെ ജീവിതവും മരണമൊക്കെ അള്ളാഹ്ക്കാണ്. അത് നമ്മളെ ഉറച്ച നിലപാടാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ നാഥനിൽ നിന്നുള്ള അതിരറ്റ അനുഗ്രഹങ്ങളുണ്ട്, കാരുണ്യമുണ്ട്. അവർ തന്നെയാണ് നേർവഴി പ്രാപിച്ചവർ. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും കഅബയുടെ ചാരത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോൾ പറയുന്നത് ഇന്ന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ്? തീർച്ചയായും ഇന്ന. സ്വഫ എന്ന് പറയുന്നത് ഒരു മലയുടെ പേരാണ് അല്ലേ? സ്വഫ. വ എന്ന് പറയുന്നത് ആൻഡ് എന്ന അർത്ഥത്തിലാണ്. അത്ഫിന്റെ വാവാണ്. അൽ മർവ എന്ന് പറയുന്നത് വേറൊരു മലയുടെ പേരാണ്. അപ്പൊ ഇന്ന സ്വഫാ വൽ മർവത, സ്വഫയും മർവയും, തീർച്ചയായും സ്വഫയും മർവയും. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ശആഇർ, ചിഹ്നങ്ങൾ. അള്ളാഹുവിൻ്റെ. അപ്പൊ എന്തായി അർത്ഥം? തീർച്ചയായും സ്വഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു. വീണ്ടും ഫ വന്നു. അതുകൊണ്ട് അതിനാൽ അപ്രകാരം മൻ ആര്, ഹജ്ജൽ ബൈത്ത്, ഫമൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ, അൽ ബൈത്ത് വീട്, കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞാൽ ഭവനം. അൽ ബൈത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇന്ത്യയൊന്നും വീടായ പോരാ. ആ പ്രത്യേകമായ ഭവനം എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ കഅബയാണ്. ഔ അല്ലെങ്കിൽ, ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഇഅ്തമറ ഉംറ ചെയ്തു. ഇല്ല, ജുനാഹ കുറ്റം, അലൈഹി അവന്റെ മേൽ, അയ്യത്തവഫ ബിഹിമാ അതിനിടയിൽ തവാഫ് ചെയ്യുന്നത്. വമൻ തതവ്വ ആരെങ്കിലും അങ്ങനെ സ്വന്തം നിർവഹിക്കുകയാണെങ്കിൽ, ഖൈറൻ നന്മ, ഫഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഷാക്കിറുൻ അലീം. ഷാക്കിർ എന്ന് പറഞ്ഞാല് നന്ദിയുള്ളവൻ, അലീം സർവജ്ഞൻ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഷാക്കിർ എന്ന് പറയുന്നതിന് അർത്ഥം മാറും. കാരണം അള്ളാഹ്ക്ക് ആരോടും നന്ദി കാണിക്കേണ്ട കാര്യമില്ല അല്ലേ? നമ്മളെക്കുറിച്ച് പറയുമ്പോഴാണ് ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആരോടെങ്കിലും ഒന്ന് നന്ദി കാണിക്കേണ്ട കാര്യമില്ല. അള്ളാഹു പരിഗണിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ ശരിയായ കാര്യം. എന്ത് പരിഗണിക്കുന്നവനാണ്? അടിമകളുടെ അമലുകളെ പരിഗണിക്കുന്നവൻ. എത്രയേ ഉള്ളൂ എന്ന് ചോദിക്കൂല. നമ്മക്കാണ് മതിയാവാത്തത്.
അല്ലേ? നമ്മൾ ചിലപ്പോൾ ഒരാളോട് സംഭാവന ചോദിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് 10,000 ഓൻ തന്നത് 1,000. അപ്പം നമ്മളൊരു മാണ്ടാത്ത കോലത്തിലാണ് റെസീറ്റ് ചെയ്ത്. ഇതാപ്പോൾ അതിന് 100 കൂടി ആയി നോക്കിയാലോ? ഇപ്പം നമ്മൾ ചോദിക്കും റെസീറ്റ് വേണോ, എല്ലാം കൂടി കൂട്ടി എഴുതിയാൽ പോരേന്ന്. കുറേ ഈ ജാതികളുണ്ടാവും, എല്ലാം കൂടി കൂട്ടിയിട്ട് എഴുതിയാൽ പോരേന്ന് ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഓനാ 100 തന്നത് മറ്റോൻ 1,00,000 തന്നതിന് സമമായിരിക്കും ചിലപ്പോൾ, അല്ലേ? അതാർക്കാ തിരിയുള്ളൂ? അള്ളാഹ്ക്കാ തിരിയുള്ളൂ. അപ്പം അള്ളാഹിൻ്റെ അടുത്തുള്ള പരിഗണന ഒന്ന് വേറെ തന്നെയാണ്. നമ്മളടുത്തുള്ള പരിഗണന 0 കൂടുന്നതിനനുസരിച്ച് നമ്മൾ സംപൂജ്യരായി മാറും. അപ്പോൾ നമ്മൾ കൂടുതൽ 0 ഇട്ടാൽ കൂടുതൽ നമുക്കൊരു പരിഗണനയാണ്. അങ്ങനെ കൂടുതൽ 0 ഇടുന്നാക്കി മിനിസുള്ള റെസീറ്റാണ് കൊടുക്കുക. പിന്നെയും കൂടുതൽ പരിഗണന, പിന്നെയും 0 കൂടിയാൽ നമ്മളെ പോലെ എന്താക്കുമെന്ന് വെച്ചാൽ കുപ്പായ ഇട്ട കസാരമ്മൽ ഇരുത്തും. എല്ലാ കസാരക്കും കുപ്പായം ഉണ്ടാവില്ല, ചില കസാരക്ക് കുപ്പായം ഇടും. അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ. കാരണം നമുക്ക് 0 കളി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് 0 അല്ല നോക്കുക, കൽബാണ് നോക്കുക. അപ്പോൾ ആ കൽബിൽ ചിലപ്പോൾ 1,00,000 തന്നതിനേക്കാൾ മെച്ചം 100 തന്നവനയക്കും, 10 തന്നവനയക്കും. കാരണം അള്ളാഹ്ക്കറിയാം ഓൻ്റെ അടുത്ത് എന്താ ഉള്ളത് അല്ലേ? അള്ളാഹു ഷാക്കിറാണ്, അള്ളാഹു പരിഗണിക്കും. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, വലിയ കാര്യമാണ് എന്ന് അള്ളാഹ് കരുതൂല. 2 റക്അത്ത് നിസ്കരിച്ചു, അതാണ് അള്ളാഹു. നമ്മളൊരു സുന്നത്ത് നോമ്പ് എടുത്തു, എത്ര ആൾ എത്ര നോമ്പ് വെക്കണ്, ഇപ്പോൾ ഓനൊരു സുന്നത്ത് നോമ്പ് വെച്ചിട്ടാ, ഇങ്ങനെ അള്ളാഹ് കരുതൂല. അള്ളാഹ് ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹ് അത് പരിഗണിക്കും. നമ്മളൊരാളോട് പുഞ്ചിരിച്ചു, അതിനിപ്പോൾ എന്താ ആയിരിക്കാൻ കഴിയാത്തത് എന്ന് വിചാരിക്കൂല. അതിന് അള്ളാഹ് ഒരു സ്വതക്ക രേഖപ്പെടുത്തും. അതാണ് അള്ളാഹ്. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളെയും പരിഗണിക്കും. അത് വലിയ ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തന്നെ വേറെ ഒരു ഭാഗമാണ് നന്ദി എന്ന് പറയുന്നത്. ആ പരിഗണനയുടെ തന്നെ വേറൊരു സംഗതിയാണത്. നമുക്കൊരാൾ ഒന്ന് നീങ്ങിത്തന്നു, ഒന്ന് ഇരിക്കാനേ, നമുക്ക് മുടക്കൊന്നുമില്ല, ഓള് പോരെയൊന്നും കൊണ്ടുവന്ന ബെഞ്ചൊന്നല്ല, ഇവിടെയുള്ള ബെഞ്ച് തന്നെയാണ്. അപ്പം നീങ്ങിത്തന്ന നമുക്ക് നഷ്ടമൊന്നുമില്ല, സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും ആ നീങ്ങി തന്നല്ലോ, അതൊരു പരിഗണനയാണ്. അപ്പം അത് പരിഗണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താങ്ക്സ് അല്ല താങ്ക് യു. പക്ഷെ നമ്മളെ ചുണ്ടുമ്പോൾ അങ്ങോട്ട് വീണ് കിട്ടൂല. അപ്പോൾ അത് നന്ദി എന്ന് പറയുന്നത് വലിയൊരു ഗുണമാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരാളോട് ചോദിക്കും, നീ ചോയ് ബസാറിലേക്ക് കയ്യിലാ പോവാന്ന്. അപ്പോൾ എന്ന് മെനക്കെട്ട് പറഞ്ഞു തരും, ചോയ് ബസാറിലേക്ക് പോകണം, ഇങ്ങോട്ട് പോകണം, കൊടുത്തുമ്പോയിൽ എത്തും, അവിടുന്ന് ഇങ്ങോട്ട് തിരിയണം. അപ്പോൾ ഓൻ ചിലപ്പോൾ പീടികയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടോ അല്ലെ വണ്ടിമേന്ന് ഇറങ്ങി വന്നിട്ടോ ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? വണ്ടി എടുത്ത് ഒറ്റ പോക്കാണ്. അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യൂല, ഒരു താങ്ക് യു, നന്ദി, അല്ലെങ്കിൽ വലിയ ഉപകാരം കേട്ടോ നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു കിട്ടൂല നമ്മളടുത്തൊന്നും. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ശീലം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും നന്ദി പറയണം. അതൊരു പരിഗണനയാണ്, അല്ലേ? നന്ദി ആഗ്രഹിക്കാൻ പാടില്ല പടപ്പുകൾ. അതേ സമയത്ത് നന്ദി പറയണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഷാക്കിർ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. അള്ളാഹു താല നമ്മൾ എന്ത് ചെയ്താലും അത് പരിഗണിക്കും. വലുത് ചെയ്താൽ വലുതായിട്ട് പരിഗണിക്കും, ചെറുത് ചെയ്താലും വലുതായിട്ട് പരിഗണിക്കും. അതുകൊണ്ടാണ് ഇരട്ടി ഇരട്ടി തരും എന്നൊക്കെ പറഞ്ഞത്. എങ്ങനെ? തെറ്റ് പരമാവധി അള്ളാഹ് പൊറുക്കുക ചെയ്യാം. എന്തെങ്കിലും ഒരു വക ഉണ്ടോ നോക്കും പൊറുക്കാൻ. അള്ളാഹു താല നമ്മളൊരു തെറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ട് അത് പുറത്തു തരാൻ എന്നാണ് നോക്കുക. അപ്പോൾ ഒരു ജുമ സ്കരിച്ചാൽ കുറേ പാപം പുറത്തു വരും, മനസ്സിലായില്ലേ? നോമ്പ് പറ്റാൽ ഒരുപാട് പുറത്തു വരും. അജ്ജിനോവിനെ പറയാൻ വേണ്ട, കണ്ടമാനം പുറത്തു വരും. സദക്ക ചെയ്താൽ പുറത്തു വരും. എങ്ങനെ ഉണ്ട് ഒരു മനുഷ്യന് കുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ എന്നതാണ് പരിഗണിക്കുക. അങ്ങനെ പൊറുക്കാത്ത ചില കുറ്റങ്ങളുണ്ട്. ബോധപൂർവം അള്ളാഹിനോട് പശ്ചാത്തപിച്ച്
തന്നെ ശിർക്ക് പോലെയുള്ളത് അങ്ങനെ ബോധപൂർവം തന്നെ പശ്ചാത്തപിച്ചിട്ട് തൗബ ചെയ്ത് എങ്കിലേ പുറത്തു വരുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിനനുസരിച്ചിട്ട് നമ്മളെ കുറ്റങ്ങൾ അല്ലാഹു പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഒരാളൊരു കുറ്റം ചെയ്യാൻ വിചാരിച്ച് ചെയ്തില്ല, ഓൻ അല്ലാഹു ശിക്ഷിക്കൂല. ചെയ്യാൻ കയ്യായിട്ട് CCTV ഉണ്ടായതുകൊണ്ട് തിരിച്ചു പോകുന്നതിനെ പറ്റിയല്ല പറയണത്. ഒരുത്തൻ ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യൂല? ശിക്ഷല്ല. ഒരുത്തൻ ചെയ്യണമെന്ന് വിചാരിച്ച് നന്മ, പക്ഷെ സംഗതി വശാൽ ചെയ്ത, പക്ഷെ ആ വിചാരിച്ചതിന് കൂലി വരും. അതാണ്, ചെയ്ത കൂലി ഇറ്റൂല, ചെയ്യാൻ വിചാരിച്ച കൂലി ഇറ്റു. അപ്പൊ എന്താ കാര്യം? ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, പിന്നെ ചെയ്തില്ല, എന്നാൽ അതിന് ശിക്ഷല്ല. അതേ സമയത്ത് ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നന്മ ചെയ്തില്ല, എന്നാൽ പോലും വിചാരിച്ചതിന് പ്രതിഫലം. അപ്പോൾ അള്ളാഹു അത്രയും നമ്മളോട് കാരുണ്യം കാണിക്കുന്നു, നമ്മളോട് അത്രയും പരിഗണന കാണിക്കുന്നു. അള്ളാഹു ഷാക്കിറാണ്. ശരി, ഇനി തുടക്കത്തിലേക്ക് വരാം. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ. പരിശുദ്ധ മക്കയിലെ ഒരുപാട് മലകളുണ്ട്. മലകളാൽ തിങ്ങി നിറഞ്ഞ ഒരു പട്ടണമാണ് മക്ക. ലോകത്തെ ഒന്നാമത്തെ പട്ടണമാണ് മക്ക. ഉമ്മുൽ ഖുറ, പട്ടണങ്ങളുടെ മാതാവാണ് മക്ക. ബക്ക എന്നും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, ബക്ക. അപ്പോൾ ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് മലകളുണ്ട്. പോയ ആൾക്കാർക്ക് അറിയാം, ഒരുപാട് തുരങ്കങ്ങളുണ്ട്, മലകൾ തുരന്നിട്ടൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട 2 മലകളാണ് സ്വഫയും മർവയും. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ. ഈ മലകളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഹാജർ റളിയല്ലാഹു അൻഹ പാഞ്ഞു കയറി ഇറങ്ങിയ മലകളാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം വെള്ളത്തിന് വേണ്ടിയിട്ട് കരഞ്ഞപ്പോൾ വെള്ളം കിട്ടാനില്ലല്ലോ. അപ്പോൾ വെള്ളം കിട്ടാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് താണ സ്ഥലത്തേക്കല്ലേ പായേണ്ടത്. അപ്പം മലൻ്റെ മുകളിലേക്ക് പാഞ്ഞ് കയറുന്നത്. മലൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ദൂരത്തെവിടെയെങ്കിലും പല പക്ഷിയും പറക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവിടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. വെള്ളമുള്ളിടത്ത് ചില ലക്ഷണങ്ങളുണ്ട്. അപ്പൊ മക്കയിലെ ഏറ്റവും വലിയ 2 മലയുടെ മുകളിലാണ് ഹാജർ റളിയല്ലാഹു അൻഹ കയറിയിട്ടുണ്ടാവുക. കാരണം ഏറ്റവും ഉയരത്തുനിന്ന് നോക്കിയാലാണല്ലോ കൂടുതൽ സ്ഥലം കാണുക. പക്ഷെ ഇപ്പോ മക്കത്ത് ഏറ്റവും ഉയരം കുറഞ്ഞ മലകളാണ് സ്വഫയും മർവയും. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സഅയ് നടത്താനൊക്കെയുള്ള സൗകര്യത്തിനു വേണ്ടിയിട്ടും പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ അതിൻ്റെ ഉയരം കുറച്ച് ഇപ്പോൾ ചെറിയ 2 അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും പ്രധാനം അതിലുള്ള ചരിത്രം ഇത് തന്നെയാണ്. ഹാജർ റളിയല്ലാഹു അൻഹ ഓടിക്കയറിയ സ്ഥലം ഇതാണ് സ്വഫ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി കയറിയത് മർവയുടെ മുകളിലാണ്. പിന്നെ അവിടെ നിന്നും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതാണ് ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അത് സഫയോട് ചേർന്നിട്ടാണ്. വേണമെങ്കിൽ ജബൽ അബി ഖുബൈസിൻ്റെ ഒരു ഭാഗമാണ് സ്വഫ എന്ന് പറയാൻ പറ്റും. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന മലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ചരിത്രമുണ്ട്. ഭൂമിയിൽ 1ാമത്തെ മലയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മലയുമായി ബന്ധപ്പെട്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ മലയുടെ മുകളിലാണ് നമ്മുടെ അബ്ദുൽ മുത്തലിബ്. അബ്രഹത്ത് കഅബ തകർക്കാൻ വന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്രഹത്തുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അത് മിനയെന്നാണ്. മിനയുടെയും തുടക്കത്തിൽ വെച്ചിട്ടാണ് സംസാരം ഉണ്ടായത്. അങ്ങനെ അവിടുന്ന് 2 നിവേദനമുണ്ട്. ഒന്ന്, എൻ്റെ ഒട്ടകത്തെ ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു. നിങ്ങളെന്ത് മനുഷ്യനാന്ന്? നിങ്ങൾ ഒട്ടകത്തിനെ അപ്പം നിങ്ങൾ ചോദിക്കണേ? ഞാൻ കഅബ വിളിക്കാൻ വന്നതാണ്. ആ കഅബൻ്റെത് അതിൻ്റെ നാഥൻ നോക്കിക്കോളൂ, ഒട്ടകം എൻ്റെതാണ്, അത് ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞു എന്നാണ് ഒരു നിവേദനം. അങ്ങനെ അല്ലാതെ വേറെ നിവേദനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല,
അബ്ദുൽ മുത്തലിബ് പറഞ്ഞു തന്നു. എന്തായാലും പിന്നെ അബ്ദുൽ മുത്തലിബ് പാഞ്ഞു വന്നിട്ട് കഅബയുടെ ഖില്ല പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വേറെ ആരോടും പ്രാർത്ഥിച്ചില്ല, അവിടെ അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിച്ചു, നീ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഖുറൈശികളോട് എല്ലാവരോടും മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അബ്രഹത്ത് വരികയാണെങ്കിലേ ഇതിൻ്റെ അകത്ത് പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് അവരെല്ലാവരും മാറി കയറി നിന്നത് ജബൽ അബി ഖുബൈസിന് മുകളിലാണ്. ആ മലൻ്റെ മുകളിലേക്ക് എല്ലാവരും കൊണ്ട് കയറി നിന്നു. അബാബീൽ പക്ഷികൾ മിനയിലെത്തുന്നതിന് മുമ്പ് തന്നെ വാദി മുഅസ്സിറിൽ വെച്ച് അബ്രഹത്തിനെയും കൂട്ടരെയും അവിടെ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അവരിങ്ങോട്ട് എത്തിയിട്ടില്ല. ജബൽ അബി ഖുബൈസിന് അങ്ങനെ കുറേ. അതേപോലെ തന്നെ വലിയ പ്രളയങ്ങളിൽ നിന്നും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ നിന്നും കഅബയെ സംരക്ഷിച്ചത് ജബൽ അബി ഖുബൈസ് ആണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു സംരക്ഷണ സംഗതിയായിട്ട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളൊരു സാധനമാണ് ജബൽ അബി ഖുബൈസ്. ആ മലയുടെ ഒരു ഭാഗമാണ് സഫ. ആ സഫ കുന്നിൽ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നടത്താൻ കയറി നിന്നത്. ജബൽ അബി ഖുബൈസിൻ്റെ ചേർന്ന് സഫ കുന്നിൻ്റെ മുകളിൽ നിന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഈ മലയുടെ പിറകിൽ ശത്രുക്കൾ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചത്. മലയുടെ പിറകിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഉംറക്കൊക്കെ പോയാൽ താമസിക്കുന്ന ഹോട്ടലൊക്കെ ഉള്ളത് അവിടെയാണ്, അജിയാദ്. അതാണ് ഈ മലൻ്റെ പിറകിൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ചത് കയറി നിന്നത് സഫയിലാണ്. ആ സഫാ കുന്നിൽ വെച്ചിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്. കാരണം അതിനോട് ചേർന്നിട്ടായിരുന്നു ദാറുൽ അർഖം, അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് ചരിത്ര സംഗതികളുള്ള ഒരു മലയാണ് സഫ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മർവ. മർവക്കും ഒരുപാട് ചരിത്രമുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ബലിയർക്കാൻ കൊണ്ടുപോയത് മർവയിലായിരുന്നു. പിന്നീട് അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ മർവയുടെ ഭാഗത്താണ് ദാറുൻ നദുവ ഉണ്ടായിരുന്നത്. നദുവത്ത്, ദാറുൻ നദുവ എന്ന് പറയുന്നത് കാഫിറുകളുടെ ഓഫീസായിരുന്നു. അവർ പിന്നെ യോഗം കൂടിയിരുന്ന സ്ഥലമാണ്. അതേപോലെ ഒരുപാട് സംഗതികളുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് അബൂ സുഫിയാൻ, അതിൻ്റെ അപ്പുറത്താണ് ഖദീജ റളിയല്ലാഹുവിൻ്റെ വീട്. അങ്ങനെ കുറേ സംഗതികൾ ആ മർവയുടെ കുന്നുമായിട്ട് ബന്ധപ്പെട്ടും ഉണ്ട്. പക്ഷേ ഈ സഫയും മർവയും എന്ന് പറയുന്ന രണ്ട് മലയുടെ മുകളിൽ ഇപ്പം ഈ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുന്നിൻ്റെ മുകളിൽ എന്തുണ്ടായിരുന്നു? രണ്ട് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലത്തും അതേപോലെ തന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാലത്തുമൊക്കെ രണ്ട് വലിയ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം മുശ്രിക്കുകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു വിഗ്രഹത്തിൽ നിന്ന് അടുത്ത വിഗ്രഹത്തിലേക്കുള്ള അവരുടെ ഒരു പ്രദക്ഷിണമാണ് നടക്കുന്നത്. അവരുടെ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് അടുത്ത വിഗ്രഹം, അതിനടുത്ത് അങ്ങോട്ടും പോകും. അപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നപ്പോൾ മുസ്ലിങ്ങളായ ആൾക്കാർക്ക്, പല ആൾക്കാർക്കും ഒരു ഇടങ്ങേറ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അവർ ചെയ്തുകൊണ്ടിരുന്നൊരു പണിയല്ലേ, രണ്ട് വിഗ്രഹങ്ങൾക്കിടയിലുള്ള ഓട്ടം. അത് നമ്മളിപ്പോൾ എന്തിനാണ് അതിൽ എന്നുള്ള മുശ്രിക്കുകൾക്കും തോന്നി, ഇത് നമ്മളെ പരിപാടിയില്ല, ഇത് നിങ്ങളും ചെയ്യാണോ എന്നുള്ളൊരു തോന്നല്. അവിടെയാണ് ആയത്തിറങ്ങുന്നത്. അള്ളാഹു പറയുന്നത്, ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അപ്പം അവിടെയുള്ള വിഗ്രഹത്തിനല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്. ആ വിഗ്രഹത്തെ പരിഗണിച്ചിട്ട് അവിടെ ഓടുന്നവനെ ഓടുക. നിങ്ങൾ പരിഗണിക്കേണ്ടത് വിഗ്രഹത്തെ അല്ല, നിങ്ങൾ ആ രണ്ട് മലയെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. ആ രണ്ട് മലകളും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഈ എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ല. സഈ എന്ന് പറയുന്നത്, അതിനിടയിൽ സഈ നടത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമോ മുശ്രിക്കുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ തുടർച്ചയോ അല്ല എന്നാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫലാ ജുനാഹ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല എന്നാണ്.
ഹജ്ജിന് പോണ ആൾക്കാരും ഉംറ ചെയ്യുന്ന ആൾക്കാരും ഒന്നും സഅയ് നടത്തുന്നതിന് കുറ്റല്ല എന്നാണ് പറഞ്ഞതല്ലോ. അപ്പൊ പിന്നെ അത് നിർബന്ധമല്ലല്ലോ, കുറ്റല്ല എന്നല്ലുള്ളൂ, നിർബന്ധമല്ലല്ലോ എന്ന് ചില ആൾക്കാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ അതിൽ നിർബന്ധമേത് സുന്നത്തേത് എന്ന് പഠിപ്പിക്കുന്ന ആയത്തല്ലത്. ഈ ആയത്ത് എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ, മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങളെ സംബന്ധിച്ച് വിഷയം വന്നപ്പോൾ അത്തരം ആചാരം തന്നെയല്ലേ ഇത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വന്ന ആയത്താണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ആയത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല. ഹജ്ജിൻ്റെയും ഉംറയുടെയും നിർബന്ധ കർമ്മങ്ങളിൽപ്പെട്ടതാണ് സഅയ്. ഉംറ ചെയ്യുകയാണെങ്കിലും സഅയ് നിർബന്ധമാണ്, ഹജ്ജ് ചെയ്യുകയാണെങ്കിലും സഅയ് നിർബന്ധമാണ്. ഹജ്ജിൻ്റെ റുക്നുകളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷാഫി മദ്ഹബൊക്കെ അനുസരിച്ച് ഹജ്ജിൻ്റെ റുക്നുകളിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിന് പ്രായശ്ചിത്തല്ല. അത് ചെയ്തില്ലെങ്കിൽ പ്രായശ്ചിത്തല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യണ്ടെന്നല്ല. അത് പ്രായശ്ചിത്തം കൊണ്ട് തീരൂല, അത് ചെയ്യന്നെ രക്ഷയുള്ളൂ. അറഫയിൽ നിൽക്കുക, ഇഹ്റാം, അറഫയിൽ നിൽക്കല്, സഅയ്, തവാഫ്, മുടിയെടുക്കൽ, ഈ 5 സംഗതി റുക്കിന. അത് ചെയ്യാതിരുന്നാൽ ഹജ്ജില്ല. അപ്പോൾ അതിന് പ്രായശ്ചിത്തല്ല. അതേ സമയത്ത് നിങ്ങൾ മിനയിൽ രാപ്പാർക്കുക, അത് ചെയ്യൽ വാജിബാണ്, ചെയ്തില്ലെങ്കിൽ ആടിനർക്കുക. മുസ്തലിഫയിൽ രാപ്പാർക്കുക വാജിബാണ്, ചെയ്തില്ലെങ്കിൽ പ്രായശ്ചിത്തമുണ്ട്. ജംറയിൽ എറിയ വാജിബാണ്, ചെയ്തില്ലേ പ്രായശ്ചിത്തം. ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രായശ്ചിത്തമില്ലാത്ത അത്രയും നിർബന്ധമായതുകൊണ്ട് ആ നിർബന്ധത്തിൽപ്പെട്ടതാണ് സഅയ്. മനസ്സിലായോ? അതേപോലെ തന്നെ അവിഅ്തമറ, മുഅ്തമിറിന് അഥവാ ഉംറ ചെയ്യുന്നവനും ഇത് നിർബന്ധമാണ്. അപ്പോൾ ആരെങ്കിലും ഫമൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ അൽ ബൈത്ത്, ദൈവഭവനത്തിൽ, അവിഅ്തമറ അല്ലെങ്കിൽ ഉംറ ചെയ്താൽ ഫലാ ജുനാഹ അലൈഹി, അവൻ്റെ മേൽ എന്തല്ല, കുറ്റമല്ല, അൻ യതവഫ ബിഹിമാ, അവക്കിടയിൽ പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പൊ സഫയിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ഇറങ്ങി മർവയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വീണ്ടും സഫയിലേക്ക് പോകുന്നു. ഈ സഅയ് 7 തവണ ഇത് നിർവഹിക്കുക എന്ന് പറയുന്നത് മുശ്രിക്കുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കണ്ട. നമ്മളൊരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതിൻ്റെ തെളിവ് ഓല് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഓല് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുമില്ല, ഓല് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായില്ല? അവരൊരു കാര്യം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യരുത്, അങ്ങനല്ല. അവർ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കണം, രണ്ടുമില്ല. ചെയ്യാൻ വേണ്ട, ചെയ്യാൻ നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചത് എന്താണോ അത് നമ്മൾ ചെയ്യാം. ശാരിഅ അല്ലാഹു ആണ്, അള്ളാഹ് പഠിപ്പിച്ചതനുസരിച്ച് ചെയ്യാമെന്ന്. അപ്പൊ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാകുന്നു. അപ്പൊ അവിടെ ആദ്യം പറഞ്ഞത് സഫയാണ്, അതുകൊണ്ട് സഅയ് തുടങ്ങേണ്ടത് സഫയെന്നാണ്. പിന്നെ പറഞ്ഞതാണ് മർവ, അപ്പോൾ രണ്ടാമത് കയറേണ്ടത് മർവയിലേക്കാണ്. ഇനി സഅയിന്റെ നേരത്ത് സഫയിലേക്ക് കയറുമ്പോൾ ഈ ആയത്തോതിലും സുന്നത്താണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അങ്ങനെ പറഞ്ഞിട്ടാണ് സഫന്റെ മുകളിലേക്ക് കയറേണ്ടത്, മർവന്റെ മുകളിലേക്ക് കയറേണ്ടതും അങ്ങനെ പറഞ്ഞിട്ടാണ്. ഇനി ഈ സഅയ് നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ശആഇർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഷിആർ, അള്ളാഹുവിൻ്റെ അടയാളം. അള്ളാഹു തആല നിശ്ചയിച്ചതിനെ കുറിച്ചേ അങ്ങനെ പറയാൻ പാടുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ടു വന്നിട്ട് ഇത് അള്ളാഹിൻ്റെ ഷിആറാണെന്ന് പറയാൻ പാടില്ല.
ഇപ്പം നിങ്ങൾ നോക്കൂ, ജബലുൻ നൂർ, അതിനെക്കുറിച്ചിട്ട് അള്ളാന്റെ അടയാളം എന്ന് പറഞ്ഞില്ല. സംഗതി ഹിറാ ഗുഹയുള്ളത് അവിടെയാണ്. നമ്മളവിടെ പോയി നിന്നാൽ നമുക്കൊരു ആവേശമൊക്കെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വഹി ഇറങ്ങിയ സ്ഥലമാണല്ലോ എന്നുള്ള നിലക്ക് നമുക്കതിലൊരു ചരിത്ര പ്രാധാന്യമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോവുക, കാണുക, കയറുക അതൊന്നും സുന്നത്തല്ല. അത് അള്ളാഹുവിൻ്റെ അടയാളമല്ല, ഷിആറിൽ പെട്ടതല്ല. അള്ളാഹു നിശ്ചയിച്ചത് മാത്രമേ അങ്ങനെ ആവുള്ളൂ. അപ്പം നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയണ്ടല്ലോ, ഇബ്രാഹിം നബി നിന്ന സ്ഥലമാണ് മഖാം ഇബ്രാഹിം, മുത്തുനബി കുടിച്ച പാത്രമാണ് പാനപാത്രം. അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ കാല് നിന്നതിനെക്കാട്ടിലും മെച്ചല്ലേ നബിൻ്റെ ചുണ്ട് വെച്ചത്. ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താ, കുടിക്കണ പാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ച പാത്രം ഒരാളെടുത്ത് കിട്ടീന്, അതാണെങ്കിൽ തന്നെ. അതുപോലെ ന്യായം എന്താന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി നിന്ന സ്ഥലത്തിന് തന്നെ എത്ര പ്രാധാന്യമുണ്ട്, കാല് പതിഞ്ഞ. അപ്പൊ ഇബ്രാഹിം നബിന്റെ കാല് പതിഞ്ഞ സ്ഥലത്തേക്കാൾ പ്രാധാന്യമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ട് തൊട്ട സ്ഥലവും. അത് കേട്ടാ ആർക്കും തോന്നിപ്പോവാ ശരി എന്നാണല്ലോ. പക്ഷെ ശരിയല്ല. എന്താ ശരിയല്ലാത്തത്? ഒന്ന്, ഈ പാത്രം അതാണോ നമുക്ക് അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. ഈ പാത്രം ആണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ ഷിആറുകളിൽ പാത്രം പെടുത്തിയിട്ടില്ല. മഖാം ഇബ്രാഹിം പ്രധാനാവുന്നത് എന്തോ, ഇബ്രാഹിം നബി പാടെ മാത്രമേ നിന്നുള്ളൂ. ഇബ്രാഹിം നബി മക്കത്ത് പല സ്ഥലത്തും പോയിണ്ടാവൂലേ, ആളെല്ലാം നമ്മൾ പോകണുണ്ടോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സഅയ് ചെയ്തത് എന്തുകൊണ്ടാ, ഹാജർ റളിയല്ലാഹു അൻഹു ഓടിയതുകൊണ്ടാന്ന് അറിയരുത്. ഹാജർ റളിയല്ലാഹു അൻഹു ഓടി എന്നുള്ളത്, ഹാജർ റളിയല്ലാഹു അൻഹു അവിടെ ഓടുക മാത്രമല്ലല്ലോ ചെയ്തത്. മക്കത്ത് പോണ എല്ലാ പെണ്ണുങ്ങളും പിന്നെ ഹിജ്ർ ഇസ്മായിലിൽ പോയി ചാരി ഇരിക്കണമെന്നുണ്ടോ? ഹാജർ റളിയല്ലാഹു അൻഹു അവിടെ ചാരി ഇരുന്നിട്ട് മകന് മുല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അറിയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹു ഓടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ സഈ എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹു തആല നിയമമാക്കിയതാണ്, അല്ലാഹു അടയാളമാക്കിയതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റേത് അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് നമുക്ക് പറയാൻ പറ്റുക. അത് നമ്മൾ ഓർമ്മിക്കണം, അത് നമ്മളെ മനസ്സിലുണ്ടാവണം അത് ചെയ്യുമ്പോൾ. ഓക്കെ. പക്ഷേ ഹാജർ റളിയല്ലാഹു അൻഹു ചെയ്തു എന്നതല്ല, അല്ലെ ഇബ്രാഹിം നബി നടന്നു, ഇബ്രാഹിം നബി പോയ എല്ലാ സ്ഥലവും എന്നതല്ല. മഖാം ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ ഒരു അടയാളമായി, ഒരു ചിഹ്നമായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കണം, അടയാളങ്ങളെ ആദരിക്കണം. അപ്പോൾ അതിനോട് നമ്മൾ പരിഹാസം കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾ ബാക്കിയെല്ലാം നിർത്തി വെക്കണം, എന്നിട്ട് അത് കേൾക്കണം. അങ്ങനെ കേൾക്കാൻ സൗകര്യപ്പെടാത്തോടത്ത് പോയിട്ട് ഇത് ഓതാനും നിൽക്കരുത്. അതുകൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ ഖുർആനായത്ത് വെക്കരുത് എന്നൊക്കെ പറയുന്നത്. നമ്മൾ വയലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അത് തുറന്നിട്ടിട്ട് നമ്മളെന്തല്ലോ പണിയിലേക്ക് അതവിടെ ഇങ്ങനെ ഓതുക. അങ്ങനെ ചെയ്യരുത്. കാറ് പോകുമ്പോൾ ഖുർആൻ വെച്ചാൽ ശ്രദ്ധിക്കാൻ കഴിയെങ്കിലേ വെക്കാവൂ, ഇല്ല പിന്നെ നല്ല നല്ല പാട്ട് വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഖുർആൻ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണം ചെയ്താൽ അത് കേൾക്കണം, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ നിന്നും എന്ത് ചെയ്യരുത്, നിസ്കരിക്കണവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഖുർആൻ ഓതരുത് എന്ന് പറഞ്ഞു. കാരണം ഓനെ എന്താ ചെയ്യേണ്ടി, നിസ്കരിക്കുകയായിരിക്കും. അപ്പം ഇത് അവഗണിക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അപ്പം അതിനോട് ആദരവ് പുലർത്തുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പം ദീനീ വിഷയങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടുന്ന ആദരവ്, ഈ ഷിആറിൻ്റെ ബഹുവചനമാണ് ശആഇർ എന്ന് പറയുന്നത്. അപ്പോൾ സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എന്നിട്ട് അതിൽ തവാഫ് എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല. കഅബ തവാഫ് എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റലാണ്. ഇവിടെ ഈ തവാഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനിടയിൽ നടക്കലാണ്. അപ്പോൾ സഫയിൽ കയറി അവിടെ നിന്നും മർവയിലേക്ക് നടക്കുകയാണ്. അവിടെ ആരോഗ്യമുള്ള ആണുങ്ങൾക്ക് ഓടാൻ ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പോൾ പച്ച നിറത്തിലുള്ള ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പോണ്ടേ? നിങ്ങൾക്ക് എന്താ ഒരു ഉഷാറില്ലാത്ത? പോണ്ടേ? അങ്ങനെ പറഞ്ഞു നിന്നാൽ മാസങ്ങൾ ഇപ്പം തന്നെ പറയാൻ തുടങ്ങി 2 മാസമായി. അത് പറ്റൂല. ഉഷാറായിട്ട്
ഇതൊക്കെ ഇപ്പൊ അവിടെ പോയി പറഞ്ഞു വിചാരിച്ചാണ്. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇപ്പൊ ഇതൊക്കെ അവിടുന്ന് ഇങ്ങനെ തൊട്ട് കാണിച്ച് പറഞ്ഞു തരണോ? ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് സഫ, ഇവിടുന്ന് മർവ അങ്ങനെ പറയുമ്പോ അല്ലേ? അപ്പൊ അവിടുന്ന് വലത്തെ ഭാഗത്ത് തിരിഞ്ഞ് ഇതാണ് ജബൽ അബി ഖുബൈസ് എങ്ങനെ പറയണോ? അപ്പൊ അതുകൊണ്ട് വേഗം നോക്കി ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടുന്ന് ആ പച്ച നിറമുള്ള സ്ഥലത്തുനിന്ന് ഓടുന്നതിന്റെ പച്ച നിറമൊക്കെ പിന്നെ ഒരു അടയാളത്തിന് വെച്ചാണ് കേട്ടോ, അല്ലാണ്ട് ആദ്യമേ അവിടെ പച്ച നിറമൊന്നുമല്ല. അങ്ങനെ ഒരു വിചാരമുണ്ട്. ഈ പച്ച എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്തോ ഒരു സാധനമാണ്. അപ്പൊ ഈ രാഷ്ട്രീയക്കാരും ഇപ്പൊ അങ്ങനെ വിചാരിച്ചു വീണ്. കാരണം മുസ്ലിങ്ങളെ വോട്ടിട്ടാൻ പച്ച നിറത്തില്. ഈ പച്ച എന്ന് പറഞ്ഞ സാധനം ശരിക്കും എന്താണ്? പച്ച കണ്ണിന് കാണാൻ സുഖമുള്ള ഒരു നിറമാണ്. നമ്മൾ ദേശീയ പതാകന്റെ 1/3 പച്ചയാണ്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ദേശീയ പതാകയുടെ 1/3 പച്ചയാണ്. കാണാൻ സുഖമുള്ളൊരു കളറാണ്. ഇതാണ് എൻ്റെ ഒരു സംഗതി. ഇത് നമ്മളെ കൂടെ കൂടിയത് എപ്പോഴാന്ന് വെച്ചാല് തുർക്കിയിലെ ഖിലാഫത്തിന്റെ കാലം മുതൽ കൂടിയതാണ്. ചില ആൾക്കാർ വിചാരിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഉണ്ടാവുമ്പോഴേ അവിടെ പച്ചക്കുബ്ബുണ്ട് എന്നുള്ള ആൾക്കാര് അതിനോടൊരു ഭയങ്കര സംഭവമായിട്ട് പച്ച നിറം അത് നമ്മളതല്ലേ എന്നുള്ള ഒരു സംഗതി. യഥാർത്ഥത്തിൽ അങ്ങനൊന്നുമില്ല. പച്ച ഈ ഖിലാഫത്തിന്റെ കാലത്ത് എന്തായതാണ്? അതിൽ ചന്ദ്രക്കലയും നക്ഷത്രവും. ഈ ചന്ദ്രക്കലയും നക്ഷത്രം എന്ന് പറയുന്നതിന് തന്നെ ഉണ്ട് ഒരു പ്രശ്നം. എന്താന്ന് വെച്ചാൽ ഈ ചന്ദ്രക്കലിന്റെ അകത്ത് ഒരു കാലത്തും നക്ഷത്രം വരൂല. ഈ പൂളിന്റെ അകത്ത് നക്ഷത്രം വരുമോ? പൂളിന്റെ പുറത്തല്ലേ നക്ഷത്രം വരുള്ളൂ. ഈ നക്ഷത്രം എവിടെ വരിക? ചന്ദ്രകല എന്ന് പറയുന്നത് പൂർണ്ണ ചന്ദ്രനാവുന്നതോട് കൂടിയിട്ട് കലല്ലല്ലോ, പൂർണ്ണമാവണോ? അപ്പൊ നക്ഷത്രം പുറത്തേ വരുള്ളൂ. നമ്മൾ ഈ നക്ഷത്രം എടുത്തതിൻ്റെ അകത്തിട്ട് മുതൽ എന്തായിട്ടുണ്ട്? നമുക്കിതൊരു തിരിപാടില്ലാണ്ടായിരുന്നു. പകുതി തമാശ കൂട്ടിയാൽ മതി, ബാക്കി പകുതി കാര്യത്തിൽ കൂട്ടിയാൽ മതി. അതുപോലെ 786 പച്ച നിറം. എന്നിട്ട് 786 കാറിന് നമ്പർ ഇട്ടാൻ വേണ്ടി കാറിന്റെ 10 പൈസ കൊടുത്തിട്ട് വാങ്ങുക അല്ലേ? അതേപോലെ അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇതൊന്നും നമ്മളെ കൂടെ പിന്നെ കൂടിയോലാണ്. ഇതൊന്നും അള്ളാന്റെ ഷിആറുകളിൽ പെട്ടതല്ല. അതാണ് നമ്മളെ വിഷയമായിട്ട് അതിന്റെ ബന്ധം. അത് ഈ ബിസ്മിന്റെ നമ്പറാണ്. നമ്പർ എന്ന് പറയുന്നത് അബ്ജദ് എന്ന് പറയുന്ന ഒരു അക്കം ശൈലിയുണ്ട് ഈ അറബി അക്ഷരത്തിന് ഉണ്ടാക്കിയ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ നമ്പറാണ് 700. അത് എങ്ങനെയാ വരുന്നത് എന്നുള്ളതിന്റെ വേറെ അക്കശാസ്ത്രം ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതിൽ പെട്ടതാ. അപ്പോ ഞാൻ പറയണത് 786 എന്ന് എഴുതി വെച്ചാൽ പിന്നെ അതിനോടൊരു വല്ലാത്ത ഭക്തി. ചന്ദ്രക്കലയും നക്ഷത്രവും കണ്ട അതിനോട് ഭയങ്കര ഭക്തി. അങ്ങനൊന്നുമില്ല. പച്ച നിറത്തിനോട് ഭയങ്കര ഭക്തി അങ്ങനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരു പച്ച കുപ്പായ ഉണ്ടായിരുന്നു. യമൻ ആരോ കൊണ്ട് കൊടുത്ത ഒന്ന്. അത് ഖുത്ബക്കൊക്കെ ചിലപ്പോൾ അത് ഇടലുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നിന്നായിരിക്കും തുർക്കികൾ അത് എടുത്തിട്ടുണ്ടാകുക. തുർക്കി ഖിലാഫത്തിന്റെ കാലത്ത്. അപ്പൊ അവര് ആണ് ഈ പച്ചക്കുപ്പ. അങ്ങനെ സ്വർഗത്തിൽ കുപ്പായുള്ളതിനെ പറ്റി പച്ച പരവതാനി അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. അല്ലാണ്ട് അതിനൊരു ചിഹ്നമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പർദ്ദന്റെ നിറക്ക് പച്ചയാക്കണം അല്ലേ? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് അടയാളങ്ങളിൽ അത് പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനോട് നമുക്കൊരു പ്രത്യേക സംഗതി ഒന്നും ഇല്ല. നമുക്കെല്ലാ നിറവും നമ്മളെ നിറം തന്നെയാണ്. അള്ളാഹുവിന്റെ നിറം എല്ലാം ആണ്. അള്ളാഹിന്റെ നിറാണ് ശരിക്കും നമ്മളോട് സ്വീകരിക്കാൻ പറഞ്ഞത്. നമ്മൾ പഠിച്ചായത്തല്ലേ? അവിടെ അത്രേ ഉള്ളൂ. അപ്പൊ അള്ളാഹു നിർണയിച്ച് തന്നതാണ് ഷിആർ. അപ്പൊ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് ഷിആറാണ്. CM മഖാം ഷിആറല്ല. മനസ്സിലായി എനിക്ക്? മഖാം എന്ന് കേൾക്കുമ്പോഴേക്ക് എല്ലാ മഖാമും ഒരുപോലല്ല. അപ്പൊ ചിലര് ചോദിക്കാണ് മഖാം ഉണ്ടല്ലോ, അതിനൊക്കെ തിരിഞ്ഞില്ലേ? എങ്ങനെ? നിങ്ങൾ അവിടെ പോയപ്പോ മഖാം ഇബ്രാഹിം കണ്ടില്ലേ? പോലെ വിചാരം ഇത് മഖാം ഇബ്രാഹിം ഇവിടെ പറയണ മഖാമുമായിര്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരാളാണ് ബറാത്തിന് തെളിവുണ്ട് ഖുർആനില്. ഖുർആനില് ബറാത്തിന് തെളിവ്. അപ്പൊ ബറാത്തിന് തെളിവ്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഖുർആനില് ബസ് ഉണ്ട് എന്നൊക്കെ പറയണ മാതിരിയാണ്. ബസ്സം ബസ്സ കൊല്ലുമന അലേഹ ഫാൻ. ഖുർആനിൽ ഫാനും ഉണ്ട്.
ഇങ്ങനെയൊക്കെ പറയണ മാതിരിയുള്ളൊരു വർത്താനം എന്നല്ലാതെ ബറാത്തിന്റെ തെളിവല്ല ആ ആയത്ത്. അത് ബറാത്ത്, നമ്മളെ ഈ ബറാത്ത് രാവും ആ ആയത്തും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വേറൊരു സംഗതിയാണ് പറയണേ. പക്ഷെ നമുക്ക് മലയാളവും അറബിയും അറബി മലയാളവും എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കിഷ്ടമുള്ള എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയാണ്. അള്ളാഹു നിർണയിച്ചു തന്നത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഷിആർ. അതിനെ അങ്ങനെ മാനിക്കണം, പരിഗണിക്കണം, ആദരവ് പുലർത്തണം. അതായത് അതിനെക്കുറിച്ച് പറയുന്നത് പെണ്ണുങ്ങൾക്കെല്ലാം ഹാജർ റളിയല്ലാഹു അൻഹു ഓടിയെന്നാണ്. ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ ഓട്ടം തന്നെ മതി ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും. അപ്പൊ പെണ്ണുങ്ങൾ ഓടണ്ടേയില്ല, ആണുങ്ങള് ആണ് ഓടേണ്ടത്. യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാല് സഫയുടെയും മർവയുടെയും ഇടയിൽ ഹാജർ റളിയല്ലാഹു അൻഹു ഓടിയതാണല്ലോ. അപ്പൊ സഫ മുതൽ മർവ വരെ ഓടുന്നതിന് പകരം അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അല്പഭാഗം ഓടുക എന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെച്ചതാണ് ഇസ്ര. ഹാജർ റളിയല്ലാഹു അൻഹു ഓടിയത് കൊണ്ട് എല്ലാവർക്കും ആയി എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ഭയങ്കര സംഭവം എന്നല്ലേ. അതൊക്കെ അതിൻ്റെ ആത്മീയമായ സംഗതികൾ പറയുന്നു. വനിതകൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്, ഇളവുണ്ടല്ലോ. അന്നലക്കാണ് അതൊരുപാട് സംഗതിയിൽ ഇളവുണ്ടല്ലോ. ആ ഇളവിൽ പെട്ടതാണ്. അല്ലാഹു തആലക്ക് പെണ്ണുങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. ഒരുപാട് സംഗതികൾ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അങ്ങനെ ആവാതെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് ചിലത് ഇറ്റിങ്ങളോട് അങ്ങനെ പറഞ്ഞാലേ തിരിയുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ഖുർആൻ ക്ലാസ്സിന് എപ്പോഴും ഓല തോന വരിക, വയലിന് എപ്പോഴും ഓല തോന വരിക, ഓല കയറ്റാത്ത പള്ളിയും കൂടി ഉണ്ടാക്കാൻ പൈസ ഓല കൊടുക്കുക, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അത്തോളിയിൽ ഹജ്ജ് യാത്രയപ്പോത്തിന് പോയി നോക്കുമ്പം കുറഞ്ഞ ആണുങ്ങളേ ഉള്ളൂ. ആള് മൊത്തം പെണ്ണുങ്ങളാണ്. അതിൽ തന്നെ കുറേ ആൾക്കാർ പോണവരാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതൊക്കെ കൂടി കണ്ടിട്ടാണ് മുൻകൂട്ടി ഇത് പറഞ്ഞത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് കൂടുതൽ ജാഗ്രത പാലിക്കാനും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. പെണ്ണുങ്ങളെ അടുത്തുള്ള ഒരു ദോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാം ചെയ്തു കൊടുത്താലും എന്തെങ്കിലും ഒരു സംഗതി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാളൂ എന്നുള്ളതാണ്. അല്ല, നിങ്ങളെ പറ്റല്ല കേട്ടോ. അങ്ങനെ ഒരു സംഗതി ചില ആൾക്കാർ ചിരിക്കുന്ന ഓളങ്ങനെ തന്നെ, അങ്ങനെ വിചാരിക്കണ്ട. അത് അല്ല, കൂടുതൽ അത് ഉള്ളത് ഇപ്പോഴത്തെ, അതായത് ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞു കളയാ എന്ന് അത് ഉണ്ടാവരുത് എന്ന് അതിനാണ്. അല്ലാണ്ട് അങ്ങനെ തന്നെയാന്ന് പറയാൻ വേണ്ടിയിട്ട് ആക്ഷേപിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. അങ്ങനെ ആവരുത്, നന്ദി കാണിക്കണം എന്ന നിലക്കാണ് അത് പറയും. ഇപ്പോ ആർക്കെങ്കിലും സുജൂദ് ചെയ്യുമായിരുന്നെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് എന്തിനാ? സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. പക്ഷേ അത്ര പരിഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭർത്താവ് ഉദ്യോഗസ്ഥൻ ആയി പോകരുത് എന്ന നിലക്കാണ്. ഒരു പ്രായം ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മക്കളൊക്കെ ആണ് വരെ ഇങ്ങനെ നല്ല നിൽക്കണം. പിന്നെ മക്കളെ മെല്ലെ സ്വന്തം സൈഡിലാക്കും. ആദ്യം മക്കളെ പറഞ്ഞ് പേടിപ്പിക്കുക. എന്താ പേടിപ്പിക്കുക? വാപ്പ വന്നാൽ പറഞ്ഞോട് കേട്ടോ, വാപ്പനും കൂടി ശരിയായിട്ടോ, ആ സാധു രാത്രി പാതിരക്ക വരിക. അപ്പൊ ആദ്യം തന്നെ ഓനെ പേടിപ്പിച്ചേക്കും, വാപ്പാനെ ഉണ്ട് നല്ലതാണ്. എന്നിട്ട് വാപ്പനോട് ഇപ്പുറത്ത് പോയിട്ട് പറഞ്ഞെടുക്കും, നിങ്ങൾ ഇങ്ങനെ പറ്റില്ല, ഓനെ ഒന്ന് നന്നായിട്ട് കണ്ണുവെച്ചണോ, പേടിപ്പിക്കണോ, അല്ലെങ്കിൽ ശരിയാവില്ല അറിയോ. അപ്പൊ എന്നാ ശരിയാവില്ലേക്കും വിചാരിച്ചിട്ട് വാപ്പ ഓനെ കണ്ണുവച്ചു. അപ്പൊ ഈ മോനെ എന്ത് മനസ്സിലായി? രാവിലെ ഉമ്മ പറഞ്ഞ തന്നെ കാര്യം, വാപ്പാണ് എന്ത് ഭയങ്കര സ്ട്രോങ് എന്ന്. അപ്പൊ മോനെ പറഞ്ഞ് പേടിപ്പിച്ചത് ഓള് തന്നെയാണ്, വാപ്പാനെ പറഞ്ഞ് ഒരിടത്ത് പറഞ്ഞേൽപ്പിച്ചത് ഓള് തന്നെയാണ്. അങ്ങനെ വാപ്പയായിട്ട് മക്കളൊരു ഡിസ്റ്റൻസിലായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഓനെന്താ പറയാനുണ്ടെങ്കിൽ ഉമ്മ വയ്യ പറയുകയൊക്കെ ചെയ്യുക, അങ്ങനെ. പിന്നെ അതിൻ്റെ ഒരു ഘട്ടം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മയും മോനും കൂടി ഒരു ഭാഗത്ത് നിന്നിട്ട് വാപ്പനോട് എന്ത് പറയും, അങ്ങളും ഉണ്ടാക്കി അപ്പോൾ നടക്കൂല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പനെ സൈഡാക്കും. പിന്നെ അവസാനം പിന്നെ ഉമ്മയും മോനും ഒന്നാവുകയും ചെയ്ത് ഈ മോനെ സകല തല്ലും കൊള്ളിച്ച് ഉമ്മയും മോനും ഒന്നായി. തച്ച വാപ്പ വേറായി. നിങ്ങളെ പറ്റല്ല, ഞാൻ പറയാം അങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് പല സംഗതികൾ അതൊക്കെ ശ്രദ്ധിക്കാനാണ് ആദ്യം തന്നെ പറഞ്ഞത്. ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ
ഭർത്താവിനാണ്. അപ്പൊ നിങ്ങളൊന്ന് കരുതണം എന്നുള്ളവർക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് നിങ്ങളെ പറ്റില്ല. അപ്പൊ അതെന്താ വെച്ചാല് നമ്മൾ സൂക്ഷിക്കാനും ജാഗ്രത പാലിക്കാനും വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ വനിതകൾക്ക് അള്ളാഹു താല ഒരുപാട് ഇളവ് തന്നിട്ടുണ്ട്. പള്ളിയിൽ പോണോ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആണുങ്ങൾക്ക് അങ്ങ് തീരുമാനിക്കാൻ പറ്റൂല. ഒരു പോവുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പോണോ വേണ്ട. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയൊക്കെ വന്ന് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ജുമന്റെ നേരം മാറ്റണ്ട, ഒന്നും മാറ്റണ്ട, അസന്റെ ഇടയിൽ എപ്പോഴും പോയി തോറിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് ആണുങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കുറേ സംഗതികൾ. പിന്നെ ഇപ്പോൾ ഉംറന്റെ സമയത്തൊക്കെ, ഹജ്ജിന്റെ സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആണുങ്ങൾ ഇഹ്റാം ചെയ്തിട്ട് പോണ ഒരു രംഗം ആലോചിച്ച് നോക്ക്. നമ്മൾ പുരേന്ന് കക്കോടി ബസാറിലേക്ക് അണ്ടർവെയർ കൊടുക്കാണ്ട് വരുമോ? പുരേന്ന് ഇറങ്ങാനില്ല. പുരേന്ന് ഇറങ്ങാൻ കഴിയും നമുക്ക്? മുറ്റത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കുപ്പായ ഇടാണ്ട് ഇറങ്ങാൻ കഴിയില്ല നമുക്ക്, അല്ലേ? പക്ഷെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ മനുഷ്യരിങ്ങനെ നടന്നു പോകണം. അടി കൊടുക്കാണ്ട് നടന്നു പോകണം. രംഗം ആലോചിച്ച് നോക്ക്. ആണുങ്ങൾ അങ്ങനെ പോണെന്ന് വെച്ച് അതാണ്. അതേസമയത്ത് പെണ്ണുങ്ങൾക്കോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എല്ലാം ധരിച്ച് അത് ഏത് കളറും ഇടാം, എന്ത്. അപ്പോ ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കുറേ സംഗതികൾ തന്നിട്ടുണ്ട്. ജുമാന്റെ കാര്യത്തിലായാലും ഇഹ്റാമിന്റെ കാര്യത്തിലായാലും ഒരുപാട്. ഇപ്പോൾ മുസ്തലിഫയിൽ രാപ്പാർക്കണം, പെണ്ണുങ്ങൾക്ക് 12 മണിക്ക് വേണേൽ പോവാം. അപ്പൊ അള്ളാഹു എത്രയോ കൂടുതൽ ഒരുപാട് ഇളവുകളൊക്കെ തന്ന് ആദരിച്ച് ബഹുമാനിച്ച ഒരു കൂട്ടരാണ് പെണ്ണുങ്ങൾ. അതെ. എന്നിട്ടും പറയാണ് മുസ്ലിം പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയാണ്. അത് ഓൽക്ക് ഇത് തിരിയാത്തോണ്ടാണ്. ശരി, ഏതായാലും നമ്മളെ വിഷയത്തിലേക്ക് വരിക. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. നമ്മൾ ഈ ഷിആറിനെ കുറിച്ച് പറഞ്ഞിടത്തുനിന്നാണ് ഇതിലേക്കൊക്കെ പോയത്. അതോടൊപ്പം ഈ പറയുന്ന സഴീൻ്റെ ഇടയിലുള്ള പച്ച നിറത്തിൽ നിന്നാണ് ഇങ്ങോട്ട് പോയത്. അപ്പോൾ പച്ച നിറമോ 756 ചന്ദ്രക്കലയും നക്ഷത്രമോ അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സംഗതികളോ ചില ആളുകളൊക്കെ, ചില പാവപ്പെട്ട ഉമ്മമാരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ കോണി എന്ന് പറയുന്നത് മിറാജ് കയറിപ്പോയ കോണിയാണ്. അങ്ങനെയുണ്ടല്ലോ. അത് വിശ്വസിച്ചാലും എന്ത് ചെയ്യൂ? വിശ്വസിച്ച് പോയാലും ഒരു കൂട്ടർ അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ അത് എങ്ങനെ വെച്ചാലും എന്താണ് ഓല് വിചാരിക്കണത് ഇത് മിറാജ് പോയതാള് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അടയാളം ദീനുൽ ഇസ്ലാമിൽ ഇല്ല. ആ ഉള്ള അടയാളങ്ങളൊക്കെ റസൂലുള്ള പഠിപ്പിച്ചെന്ന അടയാളങ്ങളാണ്. ആ അടയാളങ്ങളോടാണ് ആദരവ് കാണിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ മുടി എന്ന് പറയുന്നത് ഭയങ്കരമായ സംഭവമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ വ്യവസായമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മുടി ഷിയാറായിട്ട് അല്ല എണ്ണീട്ടില്ല. അതാണ് സംഭവേ. മുടി ഷിയാറായിട്ട് എണ്ണീട്ടില്ല. റസൂലുള്ളാഹിന്റെ മുടിയും ഒരു ഷിയാറാകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തർക്കമില്ല. നമുക്ക് പിന്നെ അതെവിടെ കിട്ടും നോക്കി നടക്കായിരുന്നു. പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഒരു ഘട്ടത്തിൽ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കിട്ടിയാലും എടുത്തു വെക്കുവായിരുന്നു. അങ്ങനെ മുടി ശേഖരിച്ച് വെച്ചവരൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സമയത്ത് വെള്ളം നിലത്ത് പോകാൻ സമ്മതിക്കാണ്ട് കയ്യിൽ വെക്കുകയായിരുന്നു, വാരിത്തേക്കെന്നൊക്കെ. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അത് റസൂലുള്ളാഹിനോടുള്ള ഒരു വല്ലാത്ത, അതായത് ശത്രുക്കളുടെ ഭാഗത്തുനിന്നും ഇത് നോക്കാൻ വേണ്ടി ആൾ വന്നു. എങ്ങനെയുണ്ട് മുഹമ്മദിന്റെ സൈന്യം നോക്കാൻ വേണ്ടി. എന്നിട്ട് ഓല് ബേജാറായിപ്പോയി. എന്നിട്ട് ഓല് പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു ഞമ്മക്ക് ആവൂലിട്ടോ, കാരണം ഇങ്ങനെ ഒരു നേതാവിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ആ സന്ദർഭത്തിൽ അതുകൊണ്ടുണ്ടായ ഫലങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു ബേജാറായി, അതായത് ശത്രുക്കൾ ബേജാറായിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടോ ഒരു നേതാവിനെ, അപ്പൊ അവര് നിലത്തുവെക്കാണ്ട് കൊണ്ടെടുക്കും എന്നുള്ള നിലക്കാണ്. അതല്ലാതെ അതൊരു അടയാളമായോ അത് ഷിആറായോ അത് പിന്നീട് കൊണ്ടു നടക്കേണ്ടതായോ അതിൻ്റെ മേൽ പോരിശുള്ളതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ ഷിആറുകളിൽ എണ്ണിയ ചിലതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനോട് നമുക്ക് ആദരവുണ്ട്. അതാണ് ഈ ഹജറുൽ അസ്വദ് എന്നതിനെ കുറിച്ച് പോലും ഒരു മഹാൻ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഗതി. അപ്പൊ അയാൾ പറയണത് എന്താ വെച്ചാൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നേ ഉള്ളൂ, അവിടെ ഉണ്ട്. പറയണത് ഒരു മുസ്ലിം നാമധാരിയാണ്. അയാൾക്ക് ഇസ്ലാം എന്താണെന്നോ ഹജറുൽ അസ്വദ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ആരാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് വെച്ചാൽ അതിന്റെ പേര് തന്നെ ഹജറുൽ അസ്വദ് എന്നാണ്, കറുത്ത കല്ല് എന്നാണ്. വെങ്കലം കൊണ്ടോ സ്വർണം കൊണ്ടോ ഒരു വിഗ്രഹം ഉണ്ടാക്കിയാൽ പിന്നെ അതിനെ വെങ്കലം എന്നും സ്വർണം എന്നും വിളിക്കോ?
ഗുരുവായൂരപ്പൻ്റെ ഒരു കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയാൽ പിന്നെ കല്ലേന്ന് വിളിക്കുമോ? ഗുരുവായൂരപ്പനല്ലേ വിളിക്കുള്ളൂ. അതേസമയത്ത് അജർലസ്വനെ വിളിക്കണ തന്നെ അജർലസ്വ കറുത്ത കല്ലേന്നാ വിളിക്കണ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരു വിഗ്രഹമല്ല, അതിനാരും പൂജിക്കുന്നുമില്ല, ആരാധിക്കുന്നുമില്ല. ചിലർ പറയുന്നത് കഅബയാണ് ഇവരുടെ വിഗ്രഹം. കഅബ വിഗ്രഹമാണെങ്കിൽ കഅബന്റെ മേലെ കയറിക്കോ? ഏതെങ്കിലും വിഗ്രഹത്തിന്റെ മേലെ കയറിക്കോ? ആരെങ്കിലും ചവിട്ടോ വിഗ്രഹത്തിന്? ഇത് കഅബന്റെ മേലെ കയറിയിട്ടാണ് ബിലാൽ റളിയല്ലാഹു വാങ്ങി കൊടുത്തത്. ഇപ്പോഴും അത് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ അതിന്റെ മുകളിൽ ഏണി വെച്ച് കയറിയിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ടാണ്. ഇത് വിഗ്രഹമല്ല, ഇത് പ്രതിഷ്ഠയല്ല. അതൊക്കെ അല്ലാഹു തആല ചിഹ്നങ്ങളായിട്ട് അതിൻ്റെതായ സംഗതിക്ക് വേണ്ടിയിട്ടാണ് രേഖപ്പെടുത്തിയത്. മുസ്ലിങ്ങളുടെ ഏകതയ്ക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയുമാണ് യഥാർത്ഥത്തിൽ ഖിബല നിശ്ചയിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് നടന്നാൽ എല്ലാവരും ഒരു സ്ഥലത്തെത്തും. അതാണ് ഖിബല. അപ്പൊ നമ്മുടെ ഖിബലയെ ഖിബലയാക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു ഉമ്മത്താണ് എന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത്. അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ. അല്ലാത്തത് നമുക്ക് കെട്ടിയുണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്കാൻ പാടില്ല എന്നർത്ഥം. ഫമൻ ഹജ്ജൽ ബൈത അവ ഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ഇങ്ങനെ ഹജ്ജും ഉംറയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തവാഫ് അല്ലെങ്കിൽ ഇതിൽ സഈ നടത്തുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതൊരു ജായിസായ കാര്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഇത് ഈ വിഗ്രഹം വെച്ചതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആയത്തിൻ്റെ പശ്ചാത്തലം അതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ബേജാറാകേണ്ടിയില്ല. വിഗ്രഹം അകത്തുണ്ടായിക്കൊണ്ട് തന്നെയാണ് നബിയും സഹാബത്തും തവാഫ് ചെയ്തത്. ഇതിനകത്ത് വിഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. അപ്പം മുശ്രിക്കുകൾ വിഗ്രഹത്തിനാണ് തവാഫ് ചെയ്യുക. നമ്മൾ തവാഫ് ചെയ്യുന്നത് വിഗ്രഹത്തിനല്ല. കണ്ടാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ രണ്ടേ ഒരേപോലെ ഉണ്ട്. ഒരേപോലെയുള്ള പല കർമ്മങ്ങളും ഉദ്ദേശം വേറെ ആണെങ്കിൽ അതിൻ്റെ കർമ്മവും മാറും എന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ രണ്ട് വിഗ്രഹത്തിനിടയിലാണ് ഓടുന്നത്. ഓടിക്കോട്ടെ, അതുപോലെയുടെ വഴികേട് ഓൽക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഓല് തിരുത്തിക്കോളൂ. ഇപ്പം വിഗ്രഹമൊന്നുമില്ലല്ലോ, ഇപ്പം തിരുത്തിയല്ലോ. അതേ സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾക്കിടയിൽ സഈ നടത്തുക. അത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ് എന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും അത് സ്വമേധയാ നിർവഹിക്കുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്തായ ഉംറയെക്കുറിച്ചും സുന്നത്തായ ഹജ്ജിനെ കുറിച്ചുമാണ് എന്നൊരഭിപ്രായമുണ്ട്. അഥവാ സ്വമേധയാ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഹജ്ജ് നിർബന്ധമാണ്, അല്ലേ? ഹജ്ജ് നിർബന്ധമാണ്. അത് നമ്മളെ ഇഷ്ടത്തിന് തന്നെ ചെയ്യല്ല, അള്ളാഹ് നിർബന്ധാക്കിയതുകൊണ്ട് ചെയ്യാൻ. അതേ സമയത്ത് ആരെങ്കിലും സ്വമേധയാ എനിക്ക് നിർബന്ധമൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാനൊരു ഉംറ ചെയ്യും, ഞാനൊരു ഹജ്ജ് ചെയ്യും എന്നാരെങ്കിലും വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു എന്ത് ചെയ്യും? അത് അംഗീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അള്ളാഹു കാര്യങ്ങൾ പരിഗണിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവനാണ്, ഷാക്കിറാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ ആയത്തൊക്കെ ഓതി നോക്കണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.